അനുഗ്രഹിക്കപ്പെടട്ടെ. ആ മാതാപിതാക്കൾ ദൈവതിരുസന്നിധിയിൽ ഏറെ പ്രതിഫലം പ്രാപിക്കുവാനിടയാകട്ടെ. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരെ സമർപ്പിച്ച ഇടവക, ആ ഇടവക അനുഗ്രഹിക്കപ്പെടട്ടെ. ആ ദേശം ഇവരുടെ ഈ പട്ടംകുട മുഖാന്തരമായി ദൈവത്തിൻ്റെ കൃപ ഇവരോടുകൂടി ഇരുന്ന് ഇവരെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് ശമ്മാശന്മാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധമായി ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. പരിശുദ്ധ സഭ വളർന്ന് വികസിച്ചപ്പോൾ അപ്പോസ്തലന്മാരെ സഹായിക്കുന്നതിന് പ്രത്യേകിച്ച് മേശകളിലെ ശുശ്രൂഷയ്ക്കായി 7 പേരെ തിരഞ്ഞെടുക്കുന്നു. ശമ്മാശന്മാരെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് അവിടെയാണ് കാണുന്നത്. അവർ സാക്ഷ്യമുള്ളവരും ആത്മാവുള്ളവരുമായ 7 പേരെ തിരഞ്ഞെടുത്ത് ശുശ്രൂഷകൾക്കായി നിയമിക്കുന്നു. അവര് പ്രധാനമായും അപ്പോസ്തലന്മാരെ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ സഭയിൽ ശമ്മാശന്മാർ പ്രധാനമായും എപ്പിസ്കോപ്പന്മാരെ സഹായിക്കുന്നവരും ശുശ്രൂഷകളിൽ സഹായിക്കുന്നവരുമാണ് നമ്മുടെ ശമ്മാശന്മാർ. പുതിയ നിയമത്തിൽ 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, തീത്തോസ് എന്നിവരുടെ ലേഖനങ്ങളിൽ ശമ്മാശന്മാരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദിമസഭയിൽ 3 തരത്തിലുള്ള വൈദിക ക്രമങ്ങൾ ഉണ്ടായിരുന്നു. തീമോത്തിയോസിന്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ട് 1 എപ്പിസ്കോപ്പന്മാർ, 2 കശിശന്മാർ, 3 ശമ്മാശന്മാർ. പട്ടണം തോറും ഇവരെ നിയമിക്കുകയും അവരെല്ലാം പരിശുദ്ധ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ മക്കളെ എന്ന് ദൈവം വിളിക്കുമ്പോൾ ഇവരുടെ മുന്നിലുള്ള ദൗത്യം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം, ക്രിസ്തു തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സഭയെ സംരക്ഷിക്കുന്നതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു എന്ന് എഫെസോസിലെ കശിശന്മാരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇന്ന് നിങ്ങളെ വിളിക്കുന്നതും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് മദ്ബഹായിലേക്ക് വിളിക്കുന്നത് ഈ സഭയുടെ അനുഗ്രഹീത ശുശ്രൂഷകരായി തീരുവാൻ, ഈ സഭയുടെ സംരക്ഷകനായി തീരുവാനാണ് ദൈവം വിളിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ സ്വർഗത്തിലെ മാലാഖമാരെ കുറിച്ചും സ്വർഗരാജ്യം ആരാധന സമൂഹമായിട്ടാണ് വെളിപാട് പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സ്വർഗത്തിൽ ധൂപമുണ്ട്, യാഗപീഠമുണ്ട്, അതുപോലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുണ്ട്, കുഞ്ഞാടുണ്ട്, വിളക്കുണ്ട്, ദൈവദൂതന്മാരുണ്ട്, നമ്മുടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന മാലാഖമാരുണ്ട്. നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ശമ്മാശന്മാർ ഭൂമിയിലെ സ്വർഗമായ മദ്ബഹായിൽ ആരാധിക്കുമ്പോൾ അവർ മാലാഖമാരുടെ സ്ഥാനത്താണ്. അവരെ ഇന്ന് അണിയിക്കുന്നതായ ഉറാറകൾ മാലാഖമാരുടെ ചിറകുകളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് മദ്ബഹായിൽ ശുശ്രൂഷയിൽ അവര് മാലാഖമാരെ പോലെയാകുന്നു. അവർ മാലാഖമാരുടെ സ്ഥാനത്ത് നിന്ന് ഈ ആരാധനയിൽ നമ്മെ ശുശ്രൂഷിക്കുകയും നമ്മെ കരുതുകയും ചെയ്യും. നിങ്ങളോട് ഇന്ന് ഓർപ്പിക്കുവാനുള്ള ഒരു വാക്യം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നതിനുമായി ഞാൻ വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഈ മനോഭാവമായിരിക്കട്ടെ നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിൽക്കുന്നത്. നിങ്ങളുടെ സ്മൃതി പദങ്ങളിലും കർമ്മപദങ്ങളിലും ഈ ഒരു ചിത്രം, ശുശ്രൂഷകനായ കർത്താവിൻ്റെ ചിത്രം, എല്ലാവരെയും ശുശ്രൂഷിക്കുവാനായി തൻ്റെ ജീവനെ നൽകുവാനായി വന്ന കർത്താവിൻ്റെ ചിത്രം എപ്പോഴും നിങ്ങളുടെ മനോമുഖരങ്ങളിൽ ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഭാഗം ശുശ്രൂഷ മനോഭാവമായിരുന്നു. കർത്താവ് മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാകുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാകുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത് 2 കാര്യങ്ങൾ വഴിയാണ്. ഒന്ന്,
ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്ന വഴി ആ ശുശ്രൂഷ നിർവഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് ഒരു ശുശ്രൂഷകനുള്ള ഏറ്റവും വലിയ ഗുണം. രണ്ടാമത്, അനേകരെ ശുശ്രൂഷിക്കുന്ന വഴിയായി യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ശുശ്രൂഷയുടെ മനോഭാവം വെളിപ്പാക്കുന്നു. 2 കാര്യങ്ങളാണ് കർത്താവിനെ ശുശ്രൂഷകനാക്കിയത്. ഒന്ന്, പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നിറവേറി. 2, മറ്റുള്ളവരുടെ കാലുകൾ കഴുകി അവരെ ശുശ്രൂഷിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ ഇന്ന് സഭ വലിയ പ്രതീക്ഷയോടുകൂടെ വിളിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുമ്പോൾ, നിങ്ങൾ ഈ 2 കാര്യത്തിലും നമ്മുടെ കർത്താവിനെ പോലെ ആയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. കർത്താവിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയും നിങ്ങൾ അനേകർക്ക് വേണ്ടി ജീവൻ നൽകുന്നവരും അതുപോലെ മറ്റുള്ളവരെ സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിരിക്കണം. ഇന്ന് നിങ്ങൾ വിളിക്കപ്പെടുന്നത് ഈ ശുശ്രൂഷ മനോഭാവത്തിലേക്കാണ്. അധികാരത്തിൻ്റെയോ അതുപോലെ തന്നെ മറ്റ് പ്രയോജനങ്ങളുടെയോ ഒന്നും സാധ്യതയിലേക്കല്ല നിങ്ങളെ വിളിക്കുന്നത്. സ്വയം ശൂന്യവൽക്കരിക്കുന്ന, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന, ഒന്നും നേടുവാൻ ആഗ്രഹിക്കാത്ത, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് പറയുന്ന പൗലോസ് കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവിന് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകി അവന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ഇന്ന് നിങ്ങൾ സമർപ്പിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ നല്ല ശുശ്രൂഷകരായി തീരട്ടെ. നമ്മുടെ കർത്താവ് രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ തൻ്റെ ശുശ്രൂഷകർക്കായി പ്രതിഫലം നൽകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാനോ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി ജീവന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ലഭ്യമാകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നിങ്ങൾ നമ്മുടെ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരെന്ന നിലയിൽ നല്ല ശുശ്രൂഷകാരെ തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ ഇടവകയെ നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ ഇവരെ സമർപ്പിച്ച കുടുംബങ്ങളെയും മാതാപിതാക്കളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇവർ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട വിശ്വാസ സംബന്ധമായും ആരാധന സംബന്ധമായുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വായിക്കും. അതിനുശേഷം അതനുസരിക്കുന്നു എന്നതിന് പ്രതീകമായിട്ട് ഇവർ പട്ടംകുട പുസ്തകത്തിൽ ശ്രീബ വരച്ച് ഒപ്പിടുന്നതായിരിക്കും. അതിനുശേഷം ഇവരെ മുടികൾ കത്തിരിച്ച്, ശിരസിലെ രോമം പ്രതീകാത്മകമായി കത്തിരിച്ച് ഇവരെ വേർതിരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവിനായി വേർതിരിക്കപ്പെടുന്നതിൻ്റെ പ്രതീകമായിട്ട് ഇവരെ ശിരസിലെ രോമങ്ങൾ കത്തിരിക്കും. തുടർന്ന് പരിശുദ്ധാത്മാവ് ഇവരെ മദ്ബഹായിലേക്ക് വിളിക്കും. അവിടെ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ ആദിമസഭ മുട്ടുകുന്നു എന്നതുപോലെ മേൽപ്പട്ടക്കാരന് മുമ്പിൽ ഇവർ മുട്ടുകുത്തി നിൽക്കുകയും ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്യും. ശുശ്രൂഷയുടെ മധ്യത്തിൽ ഇവരുടെ ശിരസിന്മേൽ സുവിശേഷം വെച്ച് വായിക്കും. അതിൻ്റെ അർത്ഥം, ഇവർ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം ലോകമൊക്കെയിലും വഹിക്കുന്നവരാണെന്ന് പ്രതീകമായിട്ട് സുവിശേഷം ഇവരുടെ ശിരസിന്മേൽ വെച്ച് വായിച്ച ശേഷം കൈവപ്പിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന ഇവരെ നടത്തി ഇവർക്ക് നൽകുവാനുള്ള അംശവസ്ത്രങ്ങൾ പരിശുദ്ധ തത്വനാമത്തിൽ ആഘോഷിച്ച് ഇവരെ ഏൽപ്പിക്കും. ആ ധരിക്കുന്ന മുറയ്ക്ക് ഇവർക്കെല്ലാവർക്കും വിശുദ്ധ വേദപുസ്തകം കൊടുക്കും. വേദപുസ്തകം പിടിച്ച് കൈകളിൽ പിടിച്ച് ത്രോണോസുകൾ മൊത്തി മേൽപ്പട്ടക്കാരൻ്റെ കൈകൾ മൊത്തി വൈദികരുടെ അനുഗ്രഹം വാങ്ങി അവരെ ശുശ്രൂഷയിൽ തുടർന്നും സംബന്ധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ ഇവർക്ക് വേണ്ടി വിനയപൂർവ്വം പ്രാർത്ഥിക്കണമേ എന്ന് ബാറക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മശിഹായിൽ നമ്മുടെ സഹോദരന്മാരും സത്യവിശ്വാസത്തിൽ വാത്സല്യവാന്മാരും ആത്മീയ പുത്രന്മാരും വലത്തേതിൻ്റെ അവയവങ്ങളുമായുള്ളവരെ
നിങ്ങൾ അറിയേണ്ടതിന് ഇപ്പോൾ നാം നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, ഉന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് സാമ്യവും സാദൃശ്യമില്ലാത്ത സ്ഥാനത്തേക്കും അടുത്തു വരുവാൻ ദൈവം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സായിരിക്കുന്നു. ബലഹീനരും പാപികളുമായ കുറ്റക്കാരുമായ ഇതുപോലുള്ള വലിയ ഉന്നതാവസ്ഥയ്ക്ക് അയോഗ്യരായിരുന്ന ഞങ്ങൾ മുഖാന്തരം വിലതിരാത്തതായ ഈ വലിയ വരം നിങ്ങൾ കൈക്കൊള്ളുവാൻ ജീവൻ നൽകുന്ന മശിഹായുടെ രഹസ്യങ്ങളിന്മേൽ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടെ ഇരിക്കണം. ഇപ്പോൾ മക്കളെ, ഈ ഉന്നതമായ സ്ഥാനത്തെ പ്രാപിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം വിരുദ്ധം കൂടാതെയും പാപം കൂടാതെയും നടപ്പാൻ ന്യായമാകുന്നു. മക്കളെ, സത്യവിശ്വാസത്തെ വിരുദ്ധം കൂടാതെ കാത്തുകൊള്ളുവാൻ ആദ്യമേ നിങ്ങൾക്ക് ന്യായമാകുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹ തൻ്റെ വിശുദ്ധ എവൻഗേലിയോനിൽ തൻ്റെ നിർമ്മല ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും അവർ വിശുദ്ധ സഭയുടെ പുത്രന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികളായ എല്ലാ പിതാക്കന്മാരും മൽപ്പാന്മാരും അതിനെ അനുഗമിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. 3 ഗുണമാകളായ ഏകദൈവമായിരിക്കുന്ന പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുമുള്ള വിശ്വാസമാകുന്നു. നിങ്ങളുടെ വിശ്വാസം വായിലും നാവിലും നിങ്ങളുടെ ഹൃദയത്തിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും എപ്പോഴും ഉണ്ടായിരിക്കണം. പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനായ പിതാവാം ദൈവത്തിൻ്റെ ആദ്യന്തമില്ലാത്ത വചനമായവൻ തൻ്റെ പിതാവിൻ്റെ റൂഹായോടെയും ഇഷ്ടത്തോടെ സ്വർഗത്തിൽ നിറങ്ങി ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമിൽ വസിക്കുകയും അവൻ്റെ മനുഷ്യ സ്നേഹത്തിൽ നിന്ന് അവളിൽ നിന്ന് ജഡമെടുക്കുകയും ചെയ്തു എന്നും അവൻ കന്യകയുടെ ഉദരത്തിൽ വസിച്ചിരിക്കുമ്പോൾ സിംഹാസനത്തിന്മേൽ ഇരുന്നുവെന്നും അവൻ്റെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നുവെന്ന് നിങ്ങൾ അട്ടഹസിച്ച് പറയണം. വാത്സല്യ മക്കളെ, സത്യവിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും ശ്ലീഹന്മാരുടെ തലവനായ പത്രോസിനോടും അവൻ്റെ സഖിമാരായ 72 അറിയിപ്പുകാരോടും അഗ്നിമയനായ മോർ ഇഗ്നാത്തിയോസിനോടും യൂലിയോസിനോടും ദീവനാസിയോസിനോടും അഥാനാസിയോസിനോടും ബസേലിയോസിനോടും ഗ്രിഗോറിയോസിനോടും ദിയോസ്കൊറോസിനോടും എന്നീ പിതാക്കന്മാരോടും മൽപ്പാന്മാരുടെ വായും താക്കോലുമായ മോർ സെവേറിയോസിനോടും നിങ്ങൾ ചേർന്ന് നിൽക്കണം. ഇന്ന് നമ്മുടെ മേൽ അധികാരിയായിരിക്കുന്ന മൊറാൻമാർ ഇഗ്നാത്തിയോ, അദ്ദേഹത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ കാതോലിക്കായെയും അവരുടെ വഴിയിൽ നടക്കുന്ന ബലഹീനരായ ഞങ്ങളെയും നിങ്ങളെപ്പോഴും അനുസരിക്കണം. വേദവിപരീതികളെയും അവരുടെ ഉപദേശങ്ങളിലും സത്യമായിട്ടും ശരിയായിട്ടുള്ള സത്യവിശ്വാസം ചേരാത്ത എല്ലാ വിരുദ്ധ ഉപദേശങ്ങളെയും നിങ്ങൾ ശപിച്ചു തള്ളണം. നാം ശപിക്കുന്ന സകലത്തെയും നിങ്ങൾ ശപിക്കുകയും നാം അന്യമാക്കുന്ന സകലത്തെയും നിങ്ങൾ അന്യമാക്കുകയും ചെയ്യണം. അവിടുന്ന് ശപിക്കുന്ന സകലത്തെയും ഞങ്ങൾ ശപിക്കുകയും അവിടുന്ന് അന്യമാക്കുന്ന സകലത്തെയും ഞങ്ങൾ അന്യമാക്കുകയും ചെയ്യുന്നു. നാം കൈക്കൊള്ളുന്ന സകലത്തെയും നിങ്ങൾ കൈക്കൊള്ളണം. അവിടുന്ന് കൈക്കൊള്ളുന്ന സകലത്തെയും ഞങ്ങളും കൈക്കൊള്ളുന്നു. നാം വിശ്വസിക്കുന്ന പ്രകാരം നിങ്ങളും വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന പ്രകാരം നിങ്ങളും ഏറ്റുപറയണം. അവിടുന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന പ്രകാരം ഞങ്ങളും വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അനന്തരം മക്കളെ, നാം നിങ്ങളോട് കൽപ്പിക്കുന്ന എന്തെന്നാൽ, ഉന്നതനായ ദൈവത്തിൻ്റെ ദിവ്യശുശ്രൂഷയിൽ ന്യായമായ പ്രകാരം മടികൂടാതെയും ക്ഷീണം കൂടാതെയും നിങ്ങൾ നിന്നുകൊള്ളണം. വിനോദത്തിൽ നിന്നും ലഹരിയിൽ നിന്നും വേശ്യാവൃത്തിയിൽ നിന്നും സകല അശുദ്ധതയിൽ നിന്നും കാമവികാരത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും ക്ഷുദ്രപ്രവർത്തനങ്ങളിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും ദുർവാശികളിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും എല്ലാവിധമായ ഭിന്നതകളിൽ നിന്നും വേദവിരീതികളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലെ അസൂയയിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും നിന്ദ്യമായ മോഹത്തിൽ നിന്നും നാശത്തിലേക്ക് പതിക്കുന്ന ഇതുപോലുള്ള സകലത്തിൽ നിന്നും നിങ്ങളെ തന്നെ അന്യമാക്കിക്കൊള്ളണം. ഇവകളെ പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശിക്കുകയില്ല എന്ന്
ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നുവെന്ന് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്പോൾ നാം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇവകൾ മേൽ പറഞ്ഞത് ജീവിതത്തിൽ ചെയ്യുന്ന അവരെല്ലാം ദൈവതിരുസന്നിധിയിൽ നിന്ന് ദൂരത്താക്കുന്നതാകുന്നു. ഇപ്പോൾ ഇവർ നമ്മുടെ പട്ടംകട പുസ്തകത്തിൽ ശ്രീബ വരച്ച് ഒപ്പിടുന്നതായിരിക്കും. നമ്മുടെ മക്കളെ, നിങ്ങൾ ഈ കടലാസിൽ നിങ്ങൾ ശ്രീഭ അടയാളം നമുക്ക് മുമ്പാകെ ഇപ്പോൾ വരച്ചിരിക്കുന്നു. നാം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തെ വിരുദ്ധം കൂടാതെ നിങ്ങൾ കാത്തുകൊള്ളുന്നതിന് നാം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് ഒന്നിനും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുകയില്ല എന്നുള്ളതിന് ഈ ശ്രീഭ നമുക്ക് മുമ്പാകെ സാക്ഷിയാകുന്നു. തൻ്റെ മാലാഖമാരുടെയും നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ ത്രോണോസിൻ്റെ മുമ്പാകെയും ഈ പള്ളിയിൽ ഹാജരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെ നിങ്ങൾ ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ തൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നാമും നിങ്ങളും മുഖപ്രസന്നതയോടുകൂടെ നിൽപ്പാൻ ദൈവം തമ്പുരാൻ നമ്മുടെ മേൽ കരുണ ചെയ്യട്ടെ. നമ്മുടെ വചനത്തിന് നിങ്ങൾ ഒരു നാളും വ്യത്യാസം വരുത്തുകയോ നമ്മുടെ കൽപ്പനകളെ അനുസരിക്കാതെ എതിർത്ത് നിൽക്കുകയോ ചെയ്യുന്ന പക്ഷം വിധിയുടെ നാളിൽ ദൈവം നിങ്ങളെ കുറ്റം വിധിക്കുവാനിടയാകും. ഈ കൽപ്പനയിൽ നാം മധ്യസ്ഥനാകൊണ്ട് അത്യുന്നതനായ ഈ സ്ഥാനത്തിലേക്ക് നാം നിങ്ങളെ വിളിച്ചടിപ്പിച്ചിരിക്കുന്നതിനാൽ പരിശുദ്ധ റൂഹ നിങ്ങളുടെ മേൽ ഇറങ്ങുന്നതിന് വേണ്ടി ഇപ്പോൾ നാം എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തുന്നു. നിങ്ങൾ വിനയത്തോടെ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. യാതൊരു വിധത്തിലും നിങ്ങളുടെ മേൽ ദൈവം കോപിപ്പാതിരിപ്പാൻ നിങ്ങൾ നിഗളികളോ മത്സരക്കാരോ ആയിത്തീരരുത്. ഇപ്പോൾ ഇതാ നാം ദൈവത്തിന് മുമ്പാകെയും തൻ്റെ മാലാഖമാരുടെ മുമ്പാകെയും സഹദേവന്മാരുടെ മുമ്പാകെയും പരിശുദ്ധന്മാരുടെ മുമ്പാകെയും ഹാജരായിരിക്കുന്ന ഈ